സാർ, ഇപ്പൊ അതിജീവിതകൾ എന്ന് പറയുന്നവരൊക്കെ പരക്കം പാഞ്ഞോടുകയാണ്. സുപ്രീം കോടതിയുടെ ഒരു വല്ലാത്ത നിരീക്ഷണം ഇവരെയൊക്കെ ഈ വെപ്രാളത്തിൽ ജീവിക്കണോ മരിക്കണോ എന്നറിയാത്ത രീതിയിൽ ഇങ്ങനെ നെട്ടോട്ടം ഓടിക്കുകയാണ്. സുപ്രീം കോടതിയുടെ ഒരു വിധി നമ്മളത് മറ്റൊരു ചാനലിലൊക്കെ ഇതിലൊക്കെ ചർച്ച ചെയ്തു. പക്ഷെ സാർ കുറെ നാൾ കൊണ്ട് ഈ വാർത്തകളിലൊക്കെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട്, കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള മാധ്യമ പ്രവർത്തനം ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ ഹൈക്കോടതിയുടെ ഇത്തരം ഒരു നിരീക്ഷണത്തെ നമ്മൾ എങ്ങനെയാ കാണേണ്ടത്? തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പൊ സ്ത്രീ പീഡന നിയമത്തിന്റെ മറവിൽ സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റീസ് ആക്ട് ഫോർ അട്രോസിറ്റീസ് എഗൻസ്റ്റ് വിമൺ എന്നുള്ള ആ നിയമത്തിൻ്റെ മറവിൽ അതിൻ്റെ ഒരു ബലം ഉപയോഗിച്ചുകൊണ്ട് പലപ്പോഴും പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നിരിക്കുക. നിയമം ഞങ്ങളുടെ പക്ഷത്താണ്, അതുകൊണ്ട് നിങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ എളുപ്പമാണ് എന്നുള്ള രീതിയിൽ പലരും അത് ദുരുപയോഗപ്പെടുത്തുന്നു. വാസ്തവത്തിൽ ഇവിടെ ശരിയായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്ന ആ സ്ത്രീകളാരും പരാതിയും കൊണ്ട് പോകാറില്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റുള്ളവർ പറഞ്ഞാൽ നമ്മളറിയും. ഉദാഹരണത്തിന് വടകരയിലുള്ള സ്ത്രീ, ആ സ്ത്രീയെ അവിടുത്തെ DYSP വന്ന് ആക്രമിച്ച് പീഡിപ്പിച്ച് അവരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായിട്ടും കാരുണ്യമില്ലാതെയും നാണമില്ലാതെയും പീഡിപ്പിച്ച് കഴിഞ്ഞിട്ട് അവർ പരാതിയൊന്നും പറഞ്ഞില്ല. കാരണം അവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് പോലും ബോധ്യമില്ലാത്ത ആൾക്കാരാണ്. എന്നിരിക്കെ സമൂഹത്തിലെ ഉന്നത ശ്രേണിയിൽപ്പെട്ട ആൾക്കാരെ, ഭർത്തൃമതികളായ സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് തന്നെ ബന്ധത്തിലേർപ്പെടുകയും അതിനുശേഷം പോയിട്ട് അയാൾ എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ രണ്ട് തെറ്റുകളാണ് ഉണ്ടാവുന്നത്. ഭർത്തൃമതിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഒരു ബന്ധത്തിൽ പോകണമെന്ന് ഹിന്ദു റിലീജിയസ് കോഡ് അനുവദിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഭർത്താവിനെ വഞ്ചിച്ചു എന്നുള്ളത് നിയമത്തിൻ്റെ അല്ല, ധാർമ്മികമായിട്ടുള്ള ഒരു തെറ്റ്. മൂന്നാമത്തേതായിട്ട് അവരെ ഏതൊരു പുരുഷനുമായിട്ടാണോ ബന്ധത്തിൽ ഏർപ്പെടുത്തിയെന്ന് അയാളുടെ ഭാര്യയും കൂടി വഞ്ചിച്ചു എന്നുള്ള ഒരു തെറ്റ്. ഇങ്ങനെ മൂന്ന് തെറ്റുകൾ, നമ്മുടെ സാമൂഹികമായ തെറ്റുകൾ, ധാർമ്മികമായ തെറ്റുകൾ, അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള തെറ്റും അതിൽ അന്തർഭവിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള കേസുകൾ ഒക്കെ ഇവർക്ക് ഇതിനെപ്പറ്റി അറിയില്ല എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അറിവില്ലാത്ത ആളുകൾ ഇതിനെപ്പറ്റി പരാതി പറയാൻ പോലില്ല. നമുക്കറിയാം എത്രയോ പേര് ഇങ്ങനെയുള്ള പീഡനത്തിന് ആദിവാസികളായിട്ടുള്ള സ്ത്രീകൾ വയനാട്ടിലെ തിരുനെല്ലിയിലെ ഒക്കെ പെൺകുട്ടികൾ ഇരയായിട്ടുണ്ട്. കല്യാണം കഴിച്ചവരും അല്ലാത്തവരും. അവിടെ എത്രയോ അമ്മമാരില്ലാത്ത കുട്ടികൾ അവിടെ തിരുനെല്ലിയിലെ ഇല്ലിമുളം കാടുകൾക്കരികിൽ ഇങ്ങനെ കഴിയുന്നു. അവരുടെ ശവശരീരങ്ങൾ, അവരുടെ അമ്മമാരുടെ ശവശരീരങ്ങൾ, അസ്ഥികൂടങ്ങൾ എല്ലാം ഇല്ലിമുളകൾക്കടിയിൽ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് അവിടെ കയ്യേറാൻ വന്ന നാട്ടുകാരാണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്നും അവരുടെ ഭൂമി കയ്യേറാൻ വന്ന ആൾക്കാരാണ് സ്ത്രീകളെ അവിടുത്തെ മൂപ്പന്മാർക്ക് ചാരായവും പുകയിലയും ഒക്കെ കൊടുത്തിട്ട് ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കിയിട്ട് കടന്നു പോകുന്നത്. അമ്മമാരില്ലാത്ത ആ കുഞ്ഞുങ്ങൾ, അവരെ കൊന്നു. അവർ പലപ്പോഴും മരണത്തിനിരയായി. ആ കുഞ്ഞുങ്ങൾ ധാരാളമായിട്ട് നമ്മുടെ തിരുനെല്ലിയിൽ തന്നെയുണ്ട്. ആരെങ്കിലും ഇന്ന് വരെ ഏതെങ്കിലും ഒരു കോടതി പരാതിയിൽ പോയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. എന്നിരിക്കെ സമൂഹത്തിലെ ഹൈ സൊസൈറ്റി എന്ന് പറയുന്ന നമ്മുടെ ആഡംബലോലുപരായിട്ടുള്ള വാനിറ്റി ഫെയറിൻ്റെ ആൾക്കാരായിട്ടുള്ള പൊങ്ങച്ച സംസ്കാരത്തിൻ്റെ ആൾക്കാരായിട്ടുള്ളവർ കിട്ടുന്ന സുഖങ്ങൾക്ക് പുറമെ കൂടുതൽ സുഖങ്ങൾ തേടിക്കൊണ്ട്, കൂടുതൽ ആഡംബരങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ എന്തോ തേടുന്നു? മറ്റു പുരുഷന്മാരുടെ സാമീപ്യവും അതുപോലെ സൗഖ്യവും, അതുപോലെ അവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരം പോലും നൽകാൻ തയ്യാറാവുന്നു. യാതൊരു വിധമായിട്ടുള്ള ഒരു ഈടുമില്ലാത്ത വിധത്തിൽ അങ്ങനെ ചെയ്യുന്നു. ചെയ്തതിന് ശേഷം അതിൻ്റെ അനന്തരഫലങ്ങൾ വരുമ്പോൾ അവർ നേരെ ചെന്നിട്ട് കോടതി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതിനുള്ള സംഗതിയല്ല കോടതി. നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതിന് പകരം അതിന് പരിഹാരമായിട്ടുള്ള ഒന്നായിട്ട് കോടതിയെ കാണുന്നത് ശരിയല്ല. കോടതി എന്ന് പറയുന്നത് ഞാനീ പറഞ്ഞ തിരുനെല്ലിയിലെ പെൺകുട്ടികൾ, അമ്മ ഇല്ലാത്ത പെൺകുട്ടികളെ പോലെ, അമ്മയും അച്ഛനും ഇല്ലാത്ത, അച്ഛൻ ആരെന്നറിയാത്ത പെൺകുട്ടികളെ പോലെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാണ് നീതിപീഠം എന്ന് പറയുന്നത്. അപാരമായ സുഖം, അമിതമായ സുഖത്തിനും വേണ്ടി പോകുന്നവരുടെ അല്ല. നമ്മുടെ ഇത് മാധവിക്കുട്ടിയുടെ ആണല്ലോ എൻ്റെ കഥ എന്നുള്ള കഥ. ആ കഥയിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മാധവിക്കുട്ടി അതിനെക്കുറിച്ച് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞ് സത്യസന്ധമായിട്ട് അവരെഴുതി. ഇങ്ങനെ സുഖം തേടുന്ന സ്ത്രീകൾ ധാരാളമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഈ മധ്യവർഗത്തിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്നതിനനുസരിച്ചും സമൂഹത്തിൽ പണം കൂടുന്നതിനനുസരിച്ചും ഇൻ്റർനെറ്റിൻ്റെ ഉപയോഗം കൂടുതലായി വരുന്നതിനനുസരിച്ചും അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കൂടുതലായിട്ട് വരുന്നതിൻ്റെ ഫലമായിട്ട് പുതിയ സുഖങ്ങൾ അതിലെയൊക്കെ കണ്ടിട്ട് അതിൽ ഭ്രമിച്ചിട്ടും പലപ്പോഴും അത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. അതിൻ്റെ പേരിൽ പുരുഷന്മാർ, കുറച്ച് കാണാൻ കൊള്ളാവുന്ന പുരുഷന്മാർ,
അവരിൽ ഭ്രമം തോന്നിയിട്ട് ഭ്രമകൽപ്പനകൾ ഉണ്ടായിട്ട് അങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലും അത് തന്നെ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത് അത് തന്നെയാണ്. ഭ്രമം തോന്നിയിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുക, ഫോൺ നമ്പർ കണ്ടെത്തിയിട്ട് വിളിക്കുക, ഇതൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ കാണാൻ കൊള്ളാവുന്ന പുരുഷൻ്റെ ജീവിതവും അപകടത്തിലാവുക. കാരണം അവൻ്റെ സാമൂഹിക സുരക്ഷ എന്ന് പറയുന്നത് അപകടത്തിലായി തീരുന്നുണ്ട്. ഒരു പക്ഷേ ഹോർമോൺ ഘടനയിൽ രണ്ടു കൂട്ടരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പുരുഷൻ പെട്ടെന്ന് ചഞ്ചല ചിത്തനായിത്തീരുന്ന ഒരു കാര്യം, കാഴ്ചയിൽ തന്നെ ദൃശ്യത്തിൽ തന്നെ അവൻ ചഞ്ചല ചിത്തനായിത്തീരുന്ന ഒരു ഹോർമോൺ ഘടനയാണ് പുരുഷനുള്ളത്. സ്ത്രീക്ക് പ്രായണ അങ്ങനെയുള്ളതല്ല. സ്പർശനം കൊണ്ട് മാത്രം ഉണരുന്ന ഒന്നാണ് സ്ത്രീ ശരീരം എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അത് ഉത്തേജിപ്പിക്കപ്പെടുന്നത് സ്നേഹം കൊണ്ടാണ്. ആ പുരുഷൻ തന്നെ കെയറിങ് ആണ്, അതുപോലെ സംരക്ഷിക്കും, സ്നേഹമുള്ളവനാണെന്നുള്ള തോന്നൽ കൊണ്ടാണ്. പുരുഷൻ്റെ കാര്യം അങ്ങനെയല്ല, ഒരു മൃഗത്തെ പോലെ തന്നെയാണ്. അത്തരം ഹോർമോണുകളാണ് ടെസ്റ്റോസ്റ്റെറോണും അങ്ങനെയുള്ള ഹോർമോണുകളൊക്കെ ആണ് അവനെ ഭരിക്കുന്നത്. പെട്ടെന്ന് ചഞ്ചലചിത്തനായി പോകുന്ന, വികാരത്തിന് അടിപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോൾ ഇങ്ങനൊരു സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ തന്നോടൊരു കൂട്ടുകൂടുന്ന ആളിനെ പരമാവധി ദുരുപയോഗപ്പെടുത്താൻ വേണ്ടിയും പീഡിപ്പിക്കാൻ വേണ്ടിയും അവൻ ശ്രമിക്കും. ഇതാണ് ഈ രണ്ട് സെക്സുകൾ തമ്മിലുള്ള വ്യത്യാസം. അതിന് ഇരയായി കൊടുക്കുക എന്ന് പറയുന്നതാണ് അവിടെ വലിയൊരു കുഴപ്പം പിടിച്ച കാര്യമാണ്. അപ്പം നമ്മൾ അത് മനസ്സിലാക്കാതെ തുല്യത എന്ന് പറയുന്നത് കാര്യമില്ല. ആ കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ പെട്ടെന്ന് പ്രലോഭിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പുരുഷൻ കൂടുതൽ അക്രമാസക്തനും അഗ്രസീവുമായിട്ട് തീരുന്നു. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനിടയാക്കരുതെന്നുള്ളതാണ് ഒരു സാമാന്യമായിട്ടുള്ള സാമൂഹിക നിയമം. എന്നിട്ട് സ്ത്രീകളാരും പുറത്തേക്ക് ഇറങ്ങരുതെന്നോ അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കരുതെന്നോ ഇതിന് അർത്ഥമില്ല. പക്ഷേ വളരെ തൻ്റെ ഇടത്തോടു കൂടി നിർഭയമായ കണ്ണുകളോടെ നോക്കിയ അവിടെ തരും പുരുഷൻ്റെ എല്ലാ പരാക്രമങ്ങളും. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ അവർക്ക് തീർച്ചയായിട്ടും പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ അവരുടെ ശരീരം തന്നെ കൊടുത്തിട്ടുണ്ട്, തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്കിതിനെ പ്രതിരോധിക്കാവുന്നതേ ഉള്ളൂ. പല മാർഗങ്ങളും ഉണ്ട്, അത് പലരും പഠിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ അപ്പുറം പോയി കോടതിയെ ഇതിന് വേണ്ടിയിട്ടുള്ള നിങ്ങൾ തമ്മിൽ സമ്മതപ്രകാരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് പരിഹാരം കാണേണ്ട വേദിയായിട്ട് ഉപയോഗിക്കരുത്. നിങ്ങളുടെ സമ്മതം കൂടാതെ പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള അവസരങ്ങളിൽ അതിന് പരിഹാരം കാണേണ്ട സ്ഥലമാണ് അവിടെ. ഇപ്പം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം സമീകരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുന്നവർ തീർച്ചയായിട്ടും അരികുവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് നമ്മളിപ്പോൾ പൊതുവെ കാണുന്നത്. എന്നിട്ട് പുരുഷനോടുള്ള പ്രതികാരം ചെയ്യാനായിട്ട് താൻ പറയുന്നത് കേൾക്കാതെ വരുന്നപ്പോൾ പുരുഷനെ ശത്രുവായി കണ്ട അയാളെ ഇരയാക്കാനും പ്രതിയാക്കാനുമുള്ള ശ്രമങ്ങളാണ് കണ്ടുവരുന്നത്. അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്ന ഈ വിധിയിൽ അതിൻ്റെ ശരിയായിട്ടുള്ള സാമൂഹിക നീതി ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് കളഞ്ഞു കിട്ടിയ ഒരു കളിപ്പാട്ടവുമാണിത് എന്നെനിക്ക് തോന്നുന്നു. കുറേയൊക്കെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ധാർമ്മികമായ ധൈര്യം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്.